ഏറ്റവും നിർണായകമായ ഒരു പുതിയ വിവരം വരികയാണ്. ഫരീദാബാദ് കേസിലെ പ്രതി ഡോക്ടർ ഷഹീന് ഡൽഹി സ്ഫോടനവുമായി ബന്ധം സംശയിക്കുകയാണ് പോലീസ്. ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിന്റെ പ്രവർത്തനം ഷഹീനിലൂടെയാണ്. ഷഹീനെ ഇന്നലെ ലക്നൌവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ഉന്നത മെഡിക്കൽ ബിരുദധാരികൾ എങ്ങനെയാണ് ഇത്തരം ഒരു ക്രൂരമായ ഇത്തരം ഒരു ഭീകരബന്ധമുള്ള ഇടത്തേക്ക് ചെന്നുപെട്ടത്, അത് ആസൂത്രണം ചെയ്തത്, നടപ്പിലാക്കിയത് തുടങ്ങിയതൊക്കെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഷഹീനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, അമ്പരിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഫരീദാബാദ് കേസിലെ ഒന്നിലധികം ഡോക്ടർമാർക്ക് നേരിട്ട് ഈ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ കശ്മീരിൽ നിന്ന് അനന്ത്നാഗിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള ഈ ഡോക്ടർ, അയാളുടെ പേര് ാണ്. അയാളെ ചോദ്യം ചെയ്യലിലൂടെയാണ് ഫരീദാബാദിലെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നതും ഇവിടെ റെയ്ഡ് നടത്തുന്നതും. മുസമിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നതും മറ്റ് വെടിക്കോപ്പുകളും ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും അടക്കം കണ്ടെത്തിയത്. പിന്നീട് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യുന്നു. ഈ മുസമിലെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഈ വനിതാ ഡോക്ടറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഷഹീൻ എന്നാണ് ഈ വനിതാ ഡോക്ടറിന്റെ പേര്. മാത്രമല്ല അവരുടെ വാഹനത്തിൽ നിന്നൊരു AK-47 തോക്കും അന്വേഷണ ഏജൻസികൾ മാത്രമല്ല പോലീസ് സംഘങ്ങളും കണ്ടെത്തിയിരുന്നു. ഈ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ അവർക്ക് ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല അതിലും ഗുരുതരമായി ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങിന്റെ റിക്രൂട്ട്മെന്റ് അടക്കം നടത്തിയിരുന്നത് ഈ ഷഹീൻ എന്ന് പറയുന്ന മുഖാന്തരമാണ്. അവരുടെ ഡയറക്ട് ജെയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിന്റെ ഡയറക്ട് കണക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷഹീൻ എന്ന വനിതാ ഡോക്ടറാണെന്ന് ഇപ്പോൾ സുരക്ഷാ ഏജൻസികളും അതുപോലെ തന്നെ പോലീസും വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 7 പേരെ നേരത്തെ കശ്മീരിൽ അറസ്റ്റ് ചെയ്തിരുന്നു കൗണ്ടർ ഇന്റലിജൻസിന്റെ റെയ്ഡിനെ തുടർന്ന്. അതിലൊരു ഇമാം, ഒരു പള്ളിയിൽ അടക്കം ജോലി ചെയ്തിരുന്ന ഇമാം ഉണ്ടായിരുന്നു. ഇമാം നേരത്തെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടർമാരെ ഷഹീനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അർജുനിലേക്ക് തിരികെ വരാം.